growth and employment. The GDP growth rate has increased in the reform period. Reform period GDP growth rate increase ചെയ്തിട്ടുണ്ട്. Scholars point out that the reforms-led growth has not generated sufficient employment opportunity in the country. എന്നാൽ GDP ഗ്രോത്തിൽ സംഭവിച്ചെങ്കിലും നമ്മുടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി അനുസരിച്ച് ഗ്രോ ആയിട്ടില്ല എന്നുള്ളതാണ് എക്കണോമിസ്റ്റ് സ്കോളേഴ്സ് പറയുന്നത്. ഇപ്പോൾ റിഫോംസ് ഇൻ അഗ്രികൾച്ചറൽ റിഫോംസിനെ കുറിച്ചാണ് പറയുന്നത്. റിഫോംസ് ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു ബെനിഫിറ്റ് അഗ്രികൾച്ചർ. ഈ റിഫോംസുകൾ ഏതിന് ബെനിഫിറ്റായി വരുന്നില്ല? അഗ്രികൾച്ചർ രംഗത്ത് ബെനിഫിറ്റായി വരുന്നില്ല, കാർഷിക രംഗത്ത് ബെനിഫിറ്റുകളൊന്നും കൊണ്ടുവന്നില്ലെന്ന് പറയുന്നത്. പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ എസ്പെഷ്യലി ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഹാസ് ഫാളൻ ഇൻ ദ റിഫോം പീരീഡ്. അപ്പോൾ നമുക്കറിയാം പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ, അതായത് പൊതുവായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പൊതുവായിട്ടുള്ള നിക്ഷേപം അല്ലെങ്കിൽ പൊതുമേഖലാ നിക്ഷേപങ്ങൾ അഗ്രികൾച്ചർ സെക്ടറിൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ത് ചെയ്യുന്നു? ഫാളനാണ്. റിഫോം പീരീഡിൽ ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യ വികസനങ്ങളോ അഗ്രികൾച്ചർ രംഗത്ത് വേണ്ടുന്നതിനുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളോ ഒന്നും കൊണ്ടുവന്നില്ലെന്ന് പറയുന്നത്. റിമൂവൽ ഓഫ് ഫെർട്ടിലൈസേഴ്സ് സബ്സിഡി ഹാസ് ലേഡ് ടു ഇൻക്രീസ് ഇൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സിനുള്ള സബ്സിഡി കൊടുത്തിരുന്നു കർഷകർ. അപ്പോൾ അവർക്ക് ഈ രാസവളത്തിനൊക്കെയുള്ള സബ്സിഡികൾ കൊടുത്തിരുന്നത് എന്ത് ചെയ്തു? ഈ റിഫോം പീരീഡിലൊക്കെ എന്ത് ചെയ്തു? ഒഴിവാക്കി എന്നാണ് പറയുന്നത്, റിമൂവ് ചെയ്തു. അപ്പോൾ അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂട്ടി, അഗ്രികൾച്ചർ രംഗത്ത് ഉൽപ്പാദനത്തിനുണ്ടാകുന്ന ചെലവ് വർദ്ധിപ്പിച്ചു. വിച്ച് ഹാസ് സിവിയർലി അഫക്റ്റ് ഇൻ സ്മാൾ ആൻഡ് മാർജിനൽ ഫാർമേഴ്സ്. ഇപ്പോൾ ചെറുകിട മാർജിനൽ ഫാർമേഴ്സിനെ ഇത് എന്ത് ചെയ്തു? വലുതായിട്ട് അഫക്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. കാർഷിക രംഗത്തുള്ള കർഷകർ പിൻവാങ്ങുന്നതിന് കാരണമായി. എക്സ്പോർട്ട് ഓറിയന്റഡ് പോളിസി സ്ട്രാറ്റജി ഇൻ അഗ്രികൾച്ചർ ലീഡ്സ് ടു ഫോക്കസിങ് ഓൺ ക്യാഷ് ക്രോപ്സ് ആയി. അപ്പോൾ എക്സ്പോർട്ട് ഓറിയന്റഡ് പോളിസി ഉണ്ടോ? നമ്മൾ കയറ്റുമതിക്കുള്ള നയങ്ങൾ രൂപീകരിച്ച് എക്സ്പോർട്ട് ഓറിയന്റഡ് പോളിസി തന്ത്രങ്ങൾ മെനയാൻ തുടങ്ങി ഗവൺമെന്റ്. അഗ്രികൾച്ചർ ലീഡ്സ് ടു ഫോക്കസിങ് ഓൺ ക്യാഷ് ക്രോപ്സ് ആണ്. അപ്പോൾ നമുക്ക് ക്യാഷ് ക്രോപ്സ് കൂടുതൽ എന്ത് ചെയ്തു? ഭക്ഷ്യവിളയേക്കാളും കൂടുതൽ എന്ത് ചെയ്തു? നമുക്ക് ഈ പറയുന്ന നാണ്യവിളകൾ കൃഷി ചെയ്യുന്നതിന് കൂടുതൽ ഫോക്കസ് ചെയ്തു വരും. ദിസ് ലീഡ് ടു ഇൻക്രീസിങ് ദ പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്. അങ്ങനെ വരുമ്പോൾ ഭക്ഷ്യവിളകളുടെ വില വർധനമാണ് ഉണ്ടായതെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ റിഫോംസ് ഇൻ ഇൻഡസ്ട്രി, വ്യവസായ രംഗത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഹാസ് ഓൾസോ റെക്കോർഡഡ് എ സ്ലോ ഡൗൺ ആണ്. അപ്പോൾ ഇവിടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്ലോ ഡൗൺ ആണ്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ഡിക്രീസിങ് ഡിമാൻഡ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ഡ്യൂ ടു ചീപ്പർ ഇമ്പോർട്ട്സ്. അപ്പോൾ നമുക്ക് പറയുന്നത് ചീപ്പർ ഇമ്പോർട്ടും ഇന്നാഡിക്വേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ എക്സെട്ര. അതായത് ഈ ഡിക്രീസിങ് ഡിമാൻഡ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സുകളുടെ ഡിമാൻഡ്, അതായത് വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകളുടെ ഡിമാൻഡുകൾക്ക് എന്താണ്? ഡിമാൻഡ് കുറയുകയാണ് ചെയ്യുന്നത്. ടു ചീപ്പർ ഇമ്പോർട്ട്, ചീപ്പായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചീപ്പ് റേറ്റിൽ കിട്ടുന്നുണ്ട്. ഇന്നാഡിക്വേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യ വികസനത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വളരെ നടത്താൻ കഴിയുന്നില്ല. ദ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇൻക്ലൂഡിംഗ് പവർ സപ്ലൈ, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിക്കകത്ത് വരുന്നതാണ് ഒന്ന് പവർ സപ്ലൈ, ഹാവ് റിമെയിൻഡ് ഇന്നാഡിക്വേറ്റ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ പവർ സപ്ലൈയുടെ പോരായ്മ ഇൻവെസ്റ്റ്മെന്റ് രംഗത്ത് അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പിന്നോക്കം പോയെന്നാണ് പറയുന്നത്. ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ സ്റ്റിൽ ഡസ് നോട്ട് ഹാവ് ദ ആക്സസ് ടു ഡെവലപ്ഡ് കൺട്രീസ് മാർക്കറ്റ് ബിക്കോസ് എ ഹൈ നോൺ ടാരിഫ് ബാരിയർ. ഇപ്പോൾ ഡെവലപ്പിംഗ് കൺട്രി, ഇന്ത്യയെ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രികളെ സംബന്ധിച്ച് ഡെവലപ്ഡ് കൺട്രീസിൻ്റെ മാർക്കറ്റുകൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ആക്സസ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ഇവിടെ നോൺ താരിഫ് ബാരിയേഴ്സ് ആണ് മിക്ക പ്രോഡക്റ്റുകൾക്കും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ ഇൻഡസ്ട്രി രംഗത്തും വളരെ കാര്യമായ കാര്യങ്ങളൊന്നും അല്ല നേട്ടങ്ങളൊന്നും കൈവരിക്കാൻ കഴിഞ്ഞില്ലെന്നാണ്. ഇനി എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പറയുന്നത്? പ്രശ്നമുണ്ടല്ലോ. എവറി ഇയർ ഗവൺമെന്റ് ഫിക്സസ് എ ടാർഗറ്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ആണ്. എല്ലാ വർഷവും ഗവൺമെന്റ് ഫിക്സ് ചെയ്യും ഒരു ടാർഗറ്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പബ്ലിക് സെക്ടർ രംഗത്ത്. പബ്ലിക് കമ്പനികളുടെ ഇക്വിറ്റി ഷെയറുകൾ നമ്മളറിയാം, വിറ്റഴിക്കുന്നയാൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അറിയാലോ. എല്ലാ വർഷവും എന്ത് ചെയ്യും? ഒരു ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസി ഒക്കെ ഗവൺമെന്റ് കൊണ്ടുവരും. Critics point out that the asset of public sector enterprises have been undervalued and sold to the private sector. അപ്പോൾ ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന്റെ അസറ്റുകൾ എന്ത് ചെയ്യുന്നു? അണ്ടർവാല്യൂ ആവുന്നു, വില കുറയുന്നത് കാരണം നമ്മൾ എന്ത് ചെയ്യുക? വിൽക്കുകയാണ്. ആർക്ക്? പ്രൈവറ്റ് സെക്ടറിലേക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത്. Disinvestment is used to offset the shortage of government revenue rather than development of social infrastructure. അപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് എന്താണ്? ആ കിട്ടുന്ന ഫണ്ട് യൂസ് ടു ഓഫ്സെറ്റ് ദ ഷോർട്ടേജ് ഓഫ് ഗവൺമെന്റ് റവന്യൂ, ഗവൺമെന്റിന്റെ വരുമാനത്തിന്റെ ഷോർട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. കാരണം ഗവൺമെന്റിന് ഫണ്ടില്ല, റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഷെയറുകളൊക്കെ എന്ത് ചെയ്യുന്നത്? വിറ്റഴിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഗവൺമെന്റ് റവന്യൂവിന്റെ ഷോർട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് റാദർ ദാൻ ഡെവലപ്മെന്റ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പം സാമൂഹികമായ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊക്കെ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഇവരിങ്ങനെ ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തുന്നത്. ഗവൺമെന്റിലുള്ള റവന്യൂ ഇല്ല, അങ്ങനെ പബ്ലിക് സെക്ടറിലുള്ള ഷെയറുകളൊക്കെ എന്ത് ചെയ്യുകയാണ്? വിറ്റഴിക്കുകയാണ്. പിന്നെ റിഫോംസ് ഓഫ് ഫിസ്ക്കൽ പോളിസീസ് ആണ്. ടാക്സ് റിഡക്ഷൻ ഇൻ ദ റിഫോം പീരീഡ്. അപ്പോൾ ഈ കാലയളവിൽ ടാക്സ് റിഡക്ഷൻ കൊണ്ടുവരും. എയിംഡ് അറ്റ് yielding ലാർജർ റവന്യൂ ആൻഡ് കർബ് ടാക്സ് ഇവേഷൻ.
വളരെ നല്ല രീതിയിലുള്ള റവന്യൂ കൊണ്ടുവരാനും ടാക്സ് ഇവേഷൻ, അതായത് ടാക്സ് വെട്ടിക്കുന്നതും ഒക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ബട്ട് ഇറ്റ് ഡസ് നോട്ട് അച്ചീവ് എ ഫ്രൂട്ട്ഫുൾ റിസൾട്ട്. പക്ഷേ ഇത് നമ്മൾ ഈ കാലയളവിൽ ഇങ്ങനെ റിഫോംസ് ഫിസിക്കൽ രംഗത്ത് കൊണ്ടുവന്നെങ്കിലും വലിയ രീതിയിലുള്ള റിസൾട്ട്, നല്ല രീതിയിലുള്ള ഗുഡ് റിസൾട്ട് കിട്ടുന്നതിന് കാരണമായില്ലെന്ന് പറയുന്നത്. റിഫോം പോളിസീസ് ഇൻവോൾവിംഗ് താരിഫ് റിഡക്ഷൻ ഹാവ് കർട്ടെയിൽഡ് ദ സ്കോപ്പ് ഓഫ് റേസിംഗ് റവന്യൂ ത്രൂ കസ്റ്റംസ് ഡ്യൂട്ടി. അപ്പോൾ ഈ പറയുന്ന ഇതിൽ ഈ പോളിസി വഴി ഇൻവോൾവിംഗ് താരിഫ് റിഡക്ഷൻ ഹാവ് കർട്ടെയിൽഡ് ദ സ്കോപ്പ് ഓഫ് റേസിംഗ് റവന്യൂ. ഇപ്പോൾ നമ്മളിവിടെ താരിഫ് റിഡക്ഷൻ കൊണ്ടുവന്നു, ഇറക്കുമതി താരിഫിനുള്ള റിഡക്ഷനെ കൊണ്ടുവന്നെങ്കിലും കർട്ടെയിൽഡ് ദ സ്കോപ്പ് ഓഫ് ഫോർ റേസിംഗ് റവന്യൂ ത്രൂ കസ്റ്റംസ് ഡ്യൂട്ടി. കസ്റ്റംസ് ഡ്യൂട്ടിയിലൂടെ നമ്മുടെ റവന്യൂ എന്ത് ചെയ്യുകയാണ്, കുറയുകയാണ് ഇവിടെ ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഓക്കെ അല്ലേ?